ഗുഡ് മോർണിംഗ്. നമ്മൾ ടെക്നിക്കൽ അസിസ്റ്റന്റ് ക്ലാസ് ആണ് നോക്കുന്നത്. അപ്പൊ ആദ്യത്തെ മൊഡ്യൂളിലെ രണ്ടാമത്തെ ടോപ്പിക്കാണ് നമ്മളിന്ന് ഡീൽ ചെയ്യുന്നത്. രണ്ടാമത്തെ ടോപ്പിക്കില് നമ്മൾ നോക്കുന്ന പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്, കോംപ്ടൺ എഫക്ട്, അതുകൂടാതെ ബോർസ് മോഡൽ, പിന്നെ കാൽക്കുലേഷൻ ഓഫ് എനർജി ആൻഡ് റേഡിയസ്. ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പൊ നിങ്ങൾ നോട്ട്സ് വായിച്ചു നോക്കിയോ? വായിച്ചു. അപ്പോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇടയിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ തുടങ്ങുന്നത് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി ആണ്. ഈ തിയറി പ്രപ്പോസ് ചെയ്തത് മാക്സ് പ്ലാങ്ക് എന്ന സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം പറഞ്ഞ പോയിന്റ്സ്, ക്വാണ്ടം തിയറിയിൽ പ്രധാനപ്പെട്ട രണ്ട് പോസ്റ്റുലേറ്റ്സ് ആണ് പ്ലാങ്ക്സിന്റെ ഉള്ളത്. ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ഒന്നുമില്ലെങ്കിൽ എനർജി എമിറ്റ് ചെയ്യും, അതായത് റിലീസ് ചെയ്യും, അല്ലെങ്കിൽ എനർജി അബ്സോർബ് ചെയ്യും ഇൻ ഡിസ്ക്രീറ്റ് ക്വാണ്ടിറ്റീസ്. വളരെ ഒരു നിശ്ചിത അളവിലാണ് അത് ഒന്നുമില്ലെങ്കിൽ എമിറ്റ് ചെയ്യുകയോ അബ്സോർബ് ചെയ്യുകയോ ചെയ്യുന്നത്. അങ്ങനെ അത് എമിറ്റ് ചെയ്യുന്നോ അബ്സോർബ് ചെയ്യുന്നതിന്റെയോ സ്മോളസ്റ്റ് എമൗണ്ട് ഓഫ് എനർജിയാണ് ക്വാണ്ടം എന്ന് പറയുന്നത്. സിംപ്ലി പറയണമെങ്കിൽ പാക്കറ്റ്സ് ഓഫ് എനർജി, ഇറ്റ് ഈസ് കാൾഡ് ക്വാണ്ടം. എനർജി എന്ത് ഫോമിലാണ് വരുന്നത്? ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. അപ്പൊ പാക്കറ്റ്സ് ഓഫ് എനർജി ഈസ് കാൾഡ് ക്വാണ്ടം. ഈ എനർജി സ്പെസിഫിക്കലി നമ്മൾ ലൈറ്റിന്റെ ബേസിസിലാണ് പറയുന്നതെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് ഫോട്ടോൺ. നമ്മൾ ഫോട്ടോൺ എന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പൊ ക്വാണ്ടവും ഫോട്ടോണും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ക്വാണ്ടം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ ഏത് രൂപത്തിലുള്ള എനർജിയും ആവാം, പക്ഷെ ഫോട്ടോൺ ആണെങ്കിൽ സ്പെസിഫിക്കലി ലൈറ്റ് മാത്രമായിരിക്കും. അപ്പൊ പാക്കറ്റ്സ് ഓഫ് എനർജിയാണ് ക്വാണ്ടം എന്ന് പറയുന്നത്. ആ റേഡിയേഷന്റെ എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് നോട്ട് ചെയ്യുക. എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. അപ്പൊ എനർജി ഇ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. ഫ്രീക്വൻസിയാണ് നമ്മൾ മ്യൂ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ പറയാം ഇ ഇസ് ഈക്വൽ ടു എച്ച് മ്യൂ. H is called Planck's constant. Planck's quantum theory വരുന്ന ഇക്വേഷൻ ആണിത്. E is equal to h nu. H is called Planck's constant. അതിൽ E എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജി. എനർജി. മ്യൂ എന്ന് പറയുമ്പോൾ ലൈറ്റിന്റെ വേവ് ലെങ്ത് അല്ല, വേവ് ലെങ്തിനെ ഡിനോട്ട് ചെയ്യുന്നത് ലാംഡയാണ്. ന്യൂ എന്ന് ഇങ്ങനെയാണ് വേവ് ലെങ്ത് ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ ലാംഡ. ന്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫ്രീക്വൻസി. മാറിപ്പോകരുത്. ന്യൂ ഈസ് ദ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ ആൻഡ് എച്ച് ഈസ് ദ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് വാല്യൂ യൂണിറ്റ് സഹിതം പഠിച്ചു വെക്കുക കേട്ടോ. 6.626 into 10⁻⁻34 ജൂൺ 2nd. മനസ്സിലായോ ഈ പറഞ്ഞ പോസ്റ്റുലേറ്റ്സും ഇക്വേഷനും ഒക്കെ? അപ്പൊ എനർജി കൂടുന്ന സമയത്ത് ഫ്രീക്വൻസി കൂടുകയാണ് ചെയ്യുന്നത്. എനർജിയും ഫ്രീക്വൻസിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇത്രയേ ഉള്ളൂ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയിൽ പഠിക്കാനുള്ളത്. അത് ക്ലിയർ ആയോ? ഓക്കെ. അടുത്ത ടോപ്പിക് നമുക്കുള്ളത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആണ്. സിംപിളി ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞാല് ലൈറ്റ് ഒരു മെറ്റൽ സർഫസിലേക്ക് ഫാൾ ചെയ്യുന്ന സമയത്ത്, സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്നും ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ലൈറ്റ് ഒരു മെറ്റൽ സർഫസിലേക്ക് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് എന്ത് സംഭവിക്കുന്നു? ഇലക്ട്രോൺസ് ഇജക്ഷൻ നടക്കുന്നു. അങ്ങനെ ഇജക്ട് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കാൾഡ് ഫോട്ടോ ഇലക്ട്രോൺസ്. ഇജക്റ്റഡ് ഇലക്ട്രോൺസ് ഈസ് കാൾഡ് ഫോട്ടോ ഇലക്ട്രോൺസ്. അപ്പൊ എങ്ങനെങ്കിലും ഒരു ലൈറ്റ്, ഏതെങ്കിലും ലൈറ്റ് വന്ന് മെറ്റൽ സർഫസിൽ വീണാൽ ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് നടക്കുകയില്ല. അതിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ ആദ്യം നോട്ട് ചെയ്യേണ്ട പോയിന്റ്, വരുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസിയാണ് ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പൊ സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് ഫാൾ ചെയ്താൽ മാത്രമേ അവിടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം അവിടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കുകയില്ല. ക്ലിയർ? ഈ ലൈറ്റിന്റെ ആക്ഷൻ കാരണം ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്ന പ്രോസസ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫോട്ടോ എമിഷൻ. അതിന്റെ വേറൊരു പേരാണ് ഫോട്ടോ എമിഷൻ. അതിന്റെ പേര് വരാൻ കാരണം ഫോട്ടോ മീൻസ് ലൈറ്റ്,
എമിഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് ആണ് എമിറ്റ് ചെയ്യുന്നത്. സോ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ഈസ് ഓൾസോ കാൾഡ് ഫോട്ടോ എമിഷൻ. അപ്പൊ ഫോട്ടോ ഇലക്ട്രിക് കാരണം ഇജക്ട് ചെയ്യുന്ന ഇലക്ട്രോൺസിനെയാണ് ഫോട്ടോ ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ കറന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് കാൾഡ് ഫോട്ടോ ഇലക്ട്രിക് കറന്റ്. അപ്പൊ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതില് ടേംസ് ആണ് ഫോട്ടോ ഇലക്ട്രോൺ, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. അപ്പോ എജക്ട് ചെയ്യുന്ന ഫോട്ടോ ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ലൈറ്റിന്റെ ഫ്രീക്വൻസിയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. മുമ്പ് ഞാൻ പറഞ്ഞു പാർട്ടിക്കിൾസ് ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ പാക്കറ്റ്സ് ഓഫ് ലൈറ്റ് എനർജിയാണ് ഫോട്ടോൺ എന്ന് പറയുന്നത്. അത് മാറിപ്പോരുത്. ക്വാണ്ടവും ഫോട്ടോണും വ്യത്യാസം മാറിപ്പോരുത്. ഫോട്ടോൺ ഈസ് റിലേറ്റഡ് ടു ലൈറ്റ്. അപ്പൊ ഒരു ഫോട്ടോണിൽ നിന്നുള്ള എനർജി എന്ന് പറയുന്നത് നമുക്ക് പ്ലാങ്ക്സ് ഇക്വേഷൻ വഴി പറയാം. E is equal to h nu. മുമ്പ് പഠിച്ച ഇക്വേഷൻ ആണ്. ഇപ്പൊ ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി. ഫ്രീക്വൻസി കണ്ടുപിടിക്കേണ്ട ഫോർമുല ന്യൂ ഇസ് ഈക്വൽ ടു c by lambda. ഇതില് c എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ് ഓഫ് ലൈറ്റ്, വെലോസിറ്റി ഓഫ് ലൈറ്റ്. അതിന്റെ വാല്യൂ ഓർത്ത് വെക്കണം, ഫിക്സഡ് ആണ്. 3 × 10⁸ meter per second. ലാംഡ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വേവ് ലെങ്ത്. അപ്പൊ നമുക്ക് ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫോർമുലയാണ് E is equal to hc by lambda. The energy of the photon is equal to hc by lambda. ക്ലിയർ ആയോ? ഓക്കെ. ഇനി ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നടക്കാൻ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ലൈറ്റ് ഏതെങ്കിലും ഫ്രീക്വൻസിയിൽ വന്ന് സ്ട്രൈക്ക് ചെയ്താലൊന്നും ഇങ്ങനെ ഒരു ഇലക്ട്രോൺ ഇജക്ഷനോ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റോ ഒന്നും തന്നെ നടക്കുകയില്ല. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നടക്കണമെങ്കിൽ ആ ഫോട്ടോൺസ് നമ്മുടെ മെറ്റൽ സർഫസിൽ വന്ന് വീഴുന്നുണ്ടല്ലോ, അതിന് മിനിമം എനർജി ഉണ്ടായിരിക്കണം. ആ എനർജി എന്തിനാണെന്ന് വെച്ചാൽ ആ ന്യൂക്ലിയസുമായിട്ട് ആ മെറ്റലുള്ള ഇലക്ട്രോൺസിന് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. ആ അട്രാക്റ്റീവ് ഫോഴ്സിനെ മറികടന്നിട്ട് വേണം അതിൽ നിന്ന് ഇലക്ട്രോൺസ് പുറത്തേക്ക് വരാൻ. അപ്പോൾ അത് മറികടക്കാനുള്ള മിനിമം എനർജി എങ്കിലും വരുന്ന ലൈറ്റിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ള ലൈറ്റിന് മാത്രമേ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നടത്താൻ പറ്റുള്ളൂ. അപ്പൊ ഒരു മെറ്റലിൽ നിന്നും ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യണമെങ്കിൽ വേണ്ട മിനിമം എമൗണ്ട് ഓഫ് എനർജിയാണ് ത്രെഷോൾഡ് എനർജി എന്ന് പറയുന്നത്. ത്രെഷോൾഡ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മിനിമം എന്നാണ്. അപ്പൊ ത്രെഷോൾഡ് എനർജി ഈസ് ദ minimum energy required to remove an electron from the metal surface. Denote ചെയ്യുന്ന സിംബൽ phi. അപ്പൊ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നടത്താനുള്ള മിനിമം ഫ്രീക്വൻസി ഇപ്പൊ എന്താ പറയാ? ത്രെഷോൾഡ് ഫ്രീക്വൻസി. അപ്പൊ ത്രെഷോൾഡ് എന്ന വാക്ക് എവിടെ കണ്ടാൽ ആലോചിക്കുക, ഇറ്റ് ഈസ് ദ മിനിമം വേണ്ട ഒരു എനർജിയാണ് ത്രെഷോൾഡ് എനർജി അല്ലെങ്കിൽ ഫ്രീക്വൻസിയാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. ഒരു വരുന്ന ലൈറ്റിന് ത്രെഷോൾഡ് എനർജിയും ത്രെഷോൾഡ് ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഇലക്ട്രോൺ ഇജക്ഷൻ നടക്കുകയുള്ളൂ, അതായത് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നടക്കുകയുള്ളൂ. അപ്പൊ ത്രെഷോൾഡ് ഫ്രീക്വൻസി ഡിനോട്ട് ചെയ്യുന്നതാണ് ന്യൂ ത്രെഷോൾഡ്. TH ഡിനോട്ട് ചെയ്യുന്നത് ത്രെഷോൾഡ് എന്നാണ്. ന്യൂ ത്രെഷോൾഡ്. അതുമായി ബന്ധപ്പെട്ട വേവ് ലെങ്ത് ആണ് ലാംഡ ത്രെഷോൾഡ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ phi എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ ത്രെഷോൾഡ് എനർജി. ത്രെഷോൾഡിനെയാണ് നമ്മൾ phi എന്നോട് ഡിനോട്ട് ചെയ്യുന്നത്. ആ ത്രെഷോൾഡിനെയാണ് phi ഡിനോട്ട് ചെയ്യുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു h nu. ന്യൂ എന്ന് പറയുമ്പോൾ ത്രെഷോൾഡ് ഫ്രീക്വൻസി വിച്ച് ഈസ് ഈക്വൽ ടു hc by lambda ത്രെഷോൾഡ്. ഈ ഇക്വേഷൻ നോട്ട് ചെയ്യുക കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി വരുന്ന ഫോട്ടോണും അതിന് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെയും കൈനറ്റിക് എനർജി എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത്? വരുന്ന ഫോട്ടോണിന്റെ ഫ്രീക്വൻസിയും എമിറ്റ് ചെയ്ത ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജിയും എങ്ങനെ റിലേറ്റ് ചെയ്തു എന്ന് നോക്കാം. അപ്പൊ ഫോട്ടോണിന്റെ എനർജി എന്ന് പറയുന്നത് ത്രെഷോൾഡ് എനർജിയുടെ കൂടെ കൈനറ്റിക് എനർജിയുടെ സമ്മാണ്. എനർജി ഓഫ് ഫോട്ടോൺ ഇസ് ഈക്വൽ ടു ത്രെഷോൾഡ് എനർജി പ്ലസ്
കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ. E is equal to H നമുക്ക് പ്ലാങ്ക്സ് തിയറി വഴി അറിയാം. H is equal to Fi എന്ന് പറഞ്ഞാൽ ത്രഷോൾഡ് എനർജിയാണ്. അതായത് H ത്രഷോൾഡ് പ്ലസ് ഈ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിയാണ് പറയുന്നത്. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ½ mv². ഇലക്ട്രോൺ ആയതുകൊണ്ടാണ് E എന്ന ഒരു നമ്മൾ സബ്സ്ക്രിപ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ കിട്ടുന്ന ഇക്വേഷൻ ആണ് H is equal to H ത്രഷോൾഡ് പ്ലസ് ½ mv². എങ്ങനെ കിട്ടിയ ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, അതിൽ ഓരോ ടേംസ് അറിയാം. H എന്താണ്? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് ഫോട്ടോൺ. ന്യൂ ത്രഷോൾഡ് എന്ന് പറഞ്ഞാൽ ത്രഷോൾഡ് ഫ്രീക്വൻസി. mv എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ഇലക്ട്രോൺ. v is the velocity of electron. അപ്പൊ മാസ് ഓഫ് ഇലക്ട്രോണിന്റെ വാല്യൂ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇറ്റ് ഈസ് 9.11 into 10⁻⁻31 കിലോഗ്രാം. ഇനിയിപ്പോ വരുന്ന ഫോട്ടോണിന്റെ എനർജി ത്രഷോൾഡ് എനർജിയെക്കാളും കുറവാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നടക്കുമോ? ഇല്ല. അപ്പോ എനർജി ഓഫ് ഫോട്ടോൺ ത്രഷോൾഡ് എനർജിയെക്കാളും കുറവാണെങ്കിൽ അവിടെ നോ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. അവിടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നടക്കുകയില്ല. അപ്പൊ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നടക്കണമെങ്കിൽ അവിടെ എന്താണ് കണ്ടീഷൻ? വരുന്ന എനർജിയുടെ ഫോട്ടോണിന്റെ എനർജി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ത്രഷോൾഡ് എനർജി. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നടക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം അവിടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നടക്കുകയില്ല. അപ്പൊ ത്രഷോൾഡ് ഫ്രീക്വൻസിയെക്കാളും കുറവ് ഫ്രീക്വൻസിയിലെ ലൈറ്റ് റേഡിയേഷൻ വന്നാലും ത്രഷോൾഡ് എനർജിയെക്കാളും കുറവ് എനർജിയിൽ ഫോട്ടോൺ എനർജി വന്നാലും അവിടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നടക്കുകയില്ല. പിന്നെ ഓരോ മെറ്റലിനനുസരിച്ചും ത്രഷോൾഡ് എനർജി മാറും. ഇപ്പൊ അലുമിനിയത്തിന്റെ ത്രഷോൾഡ് എനർജി പോലെ ആയിരിക്കില്ല അയണിന്റെ. അപ്പൊ മെറ്റൽ ടു മെറ്റൽ ത്രഷോൾഡ് എനർജി വേരി ചെയ്യും. കാരണം ഓരോ മെറ്റലിലും ഇലക്ട്രോൺസ് ഹെൽഡ് ചെയ്തിരിക്കുന്ന രീതി, അതിന്റെ അട്രാക്റ്റീവ് ഫോഴ്സസ് ഒക്കെ വ്യത്യാസം ഉണ്ടാവും. മെറ്റൽസിൽ മാത്രമല്ല നോൺ മെറ്റൽസിലും ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നടക്കും. പക്ഷെ അതിന്റെ ത്രഷോൾഡ് ഫ്രീക്വൻസി വളരെ കൂടുതലാണ്. അതുകൊണ്ട് പ്രാക്ടിക്കലി അത് എംപ്ലോയ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. നമ്മൾ മെറ്റൽസിന്റെ കേസിൽ മാത്രമേ ഇത് കുറച്ചും കൂടെ നാരോ ചെയ്ത് പറയത്തുള്ളൂ. മനസ്സിലായോ? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ പ്രിൻസിപ്പിൾ എന്നൊരു ചോദ്യം വന്നാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. നമ്മുടെ എനർജി കൺസർവേഷനുമായി ബന്ധപ്പെട്ടതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറയുന്നത്. എന്താണ് എനർജി കൺസർവേഷൻ? എനർജി ക്യാൻ നെതർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ബട്ട് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫർഡ് ഫ്രം വൺ ഫോം ടു അനദർ. നമുക്ക് ഉണ്ടാക്കാനും പറ്റില്ല, നശിപ്പിക്കാനും പറ്റില്ല. പക്ഷെ ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നു. അതാണ് എനർജി കൺസർവേഷൻ. അതുപോലെ തന്നെയാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് പറയുന്നത്. വരുന്ന ഫോട്ടോണിന്റെ എനർജി ഈ ഇലക്ട്രോൺസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ പുതുതായിട്ട് ഉണ്ടാക്കുന്നുമില്ല, ഉള്ള എനർജി നശിപ്പിക്കുന്നുമില്ല. ഒരു സിസ്റ്റത്തിൽ നിന്നും വേറൊരു സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ഫർ മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. സോ ദ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ഈസ് മെയിൻലി ബേസ്ഡ് ഓൺ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഇനി ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റുമായി ബന്ധപ്പെട്ട കുറച്ച് ലോസ് ആണ് നോക്കുന്നത്. ഇപ്പൊ ഫ്രീക്വൻസി ഓഫ് ഫോട്ടോ ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത് for a fixed frequency, ഒരു given frequencyയിലെ photoelectric current is directly proportional to intensity of തന്നിരിക്കുന്ന ഒരു ഫ്രീക്വൻസിയിൽ, അതായത് ത്രഷോൾഡ് ഫ്രീക്വൻസിയെക്കാളും കൂടുതൽ ഫ്രീക്വൻസിയിലാണ് നമ്മുടെ ലൈറ്റ് വരുന്നത്. അപ്പോൾ അവിടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഫോട്ടോ ഇലക്ട്രിക് കറന്റ് വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് കറന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്. ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂടുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് കറന്റ് കൂടുന്നു. മനസ്സിലാക്കണം, അവിടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നടക്കുന്നത് കൊണ്ടാണ് ഈ കറന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ഇനി വരുന്ന ലൈറ്റിന് അല്ലെങ്കിൽ വരുന്ന റേഡിയേഷന് ത്രഷോൾഡ് ഫ്രീക്വൻസി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂട്ടിയാൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നടക്കുകയില്ല.
കാരണം ത്രെഷോൾഡ് ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കുകയുള്ളൂ. അതിന്റെ ഭാഗമായി വരുന്ന കറന്റിന് മാത്രമേ ഇന്റൻസിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആവാൻ പറ്റുള്ളൂ. അവിടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടന്നില്ല എന്നുണ്ടെങ്കിൽ no matter how the intensity of light is there, no photoelectric effect occurs without a threshold frequency. അപ്പൊ ത്രെഷോൾഡ് ഫ്രീക്വൻസിയോ അല്ലെങ്കിൽ ത്രെഷോൾഡ് എനർജിയോ ഇല്ലാത്ത ഒരു റേഡിയേഷന് എത്ര ലൈറ്റിന് ഇന്റൻസിറ്റി കൂട്ടിക്കൊടുത്താലും അവിടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കുകയില്ല. കൈനറ്റിക് എനർജി ഫ്രീക്വൻസിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് കൈനറ്റിക് എനർജിയും കൂടുന്നു. ബട്ട് കൈനറ്റിക് എനർജി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ദ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്. കൈനറ്റിക് എനർജി ഡിപ്പെൻഡ് ചെയ്യുന്ന ഫ്രീക്വൻസിയാണ്, ഇന്റൻസിറ്റിയെ അല്ല. പിന്നെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് അല്ലെങ്കിൽ ഫോട്ടോ എമിഷൻ ഇൻസ്റ്റന്റേനിയസ് പ്രോസസ് ആണ്. അതായത് ലൈറ്റ് വന്ന് വീടിലും ഇലക്ട്രോൺ ഇജക്ഷനും എല്ലാം പെട്ടെന്ന് നടക്കുന്ന ഇൻസ്റ്റന്റേനിയസ് പ്രോസസ് ആണ്. അവിടെ ടൈം ലാഗ് ഉണ്ടാവുകയില്ല. അപ്പൊ മനസ്സിലായോ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണെന്നുള്ളത്? മാഡം ആ ഇൻസിഡന്റ് ലൈറ്റിന്റെ ഇതൊന്നുകൂടി പറയോ? കൈനറ്റിക് എനർജിയുടെ ആണോ? എത്രാമത്തെ പോയിന്റ്? 1, 2, 3. എത്രാമത്തെ പോയിന്റ്? മൂന്നാമത്തെയോ? അതായത് നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടന്ന് ഫോട്ടോ ഇലക്ട്രോൺസ് ഉണ്ടായല്ലോ, അതിനൊരു കൈനറ്റിക് എനർജി ഉണ്ടാവും. ആ കൈനറ്റിക് എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നത് ലൈറ്റിന്റെ ഫ്രീക്വൻസിയെ മാത്രമായിരിക്കും, ഇന്റൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുകയില്ല. കൂടുതൽ ഇന്റൻസിറ്റി ഉള്ളത് കൊടുത്താലും കുറവ് ഇന്റൻസിറ്റി കൊടുത്താലും ലൈറ്റിന്റെ ഫ്രീക്വൻസി എങ്ങനെയാണോ അതിനനുസരിച്ച് അതിന്റെ കൈനറ്റിക് എനർജി മൂവ് ചെയ്യുള്ളൂ. ഓക്കെ, ഫോട്ടോ ഇലക്ട്രിക് കറന്റ് ആണ് ഇന്റൻസിറ്റിക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ക്ലിയർ? അടുത്തതാണ് നമ്മുടെ കോംപ്ടൺ ഇഫക്റ്റ്. കോംപ്ടൺ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ അർത്തർ കോംപ്ടൺ എന്ന സയന്റിസ്റ്റ് ആണ് ഇത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് ഇതിന്റെ പേര് കോംപ്ടൺ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു മെറ്റീരിയലില് എക്സ്റേസ് അല്ലെങ്കിൽ ഗാമ റേസ് വന്ന് സ്കാറ്റർ ചെയ്യുന്ന സമയത്ത് അവയുടെ വേവ് ലെങ്ത് കൂടുന്നു. ആ ഇൻക്രീസ് ഇൻ വേവ് ലെങ്തിനെയാണ് നമ്മൾ കോംപ്ടൺ ഇഫക്റ്റ് എന്ന് പറയുന്നത്. എക്സ്റേസ് അല്ലെങ്കിൽ ഗാമ റേസ്, ഇലക്ട്രോൺസ് ഒക്കെ സ്കാറ്റർ ചെയ്യുന്ന സമയത്ത് അതിന്റെ വേവ് ലെങ്ത് കൂടിപ്പോകുന്നു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആണ്. കാരണം ലൈറ്റിന് വേവ് നേച്ചർ മാത്രമല്ല പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട് എന്നും കൂടി പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് ഈ കോംപ്ടൺ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഡുവൽ നേച്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് ഈ കോംപ്ടൺ എഫക്റ്റിനെ കൺസിഡർ ചെയ്യാം. ഇലക്ട്രോൺസ് തമ്മിൽ കൊളൈഡ് ചെയ്ത് അത് എക്സ്റേസ് ആക്കി മാറുന്ന ഫിനോമിനെയും കോംപ്ടൺ എഫക്റ്റ് എന്നാണ് പറയുന്നത്. റേഡിയേഷന്റെ റേറ്റിനനുസരിച്ചല്ല അതിന്റെ വേവ് ലെങ്ത് കൂടുന്നത്, അതിനെയല്ല അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇൻസിഡന്റ് ലൈറ്റിന്റെ എത്രത്തോളം ആ സ്കാറ്ററിംഗിന്റെ ആംഗിൾ ഉണ്ട്, സ്കാറ്റേർഡ് ആംഗിളിനെയാണ് ഈ ഇൻക്രീസ് ഇൻ വേവ് ലെങ്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത്, നോട്ട് ഓൺ ദ റേറ്റ് ഓഫ് ദ റേഡിയേഷൻ. ഇപ്പോ ഒരു മെറ്റീരിയൽ എക്സ്റേസ് അല്ലെങ്കിൽ ഗാമ റേസ് വന്ന് കൊളൈഡ് ചെയ്യുന്ന സമയത്ത് അവിടെ വേവ് ലെങ്ത് കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്? ഇൻക്രീസ് ഇൻ വേവ് ലെങ്ത് ആണ് വരുന്നത്. ഇനി കോംപ്ടൺ പഠിച്ച സ്റ്റഡിയിൽ നിന്നും അദ്ദേഹത്തിന് മനസ്സിലായത് ഇൻസിഡന്റ് റേഡിയേഷൻ ഇന്റൻസിറ്റിക്ക് അനുസരിച്ചല്ല വേവ് ലെങ്ത് വരുന്നത്. വേവ് ലെങ്ത് ഈസ് ഇൻഡിപെൻഡന്റ് ഓൺ ദി ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ, ദ റേറ്റ് ഓഫ് റേഡിയേഷൻ, ബട്ട് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ദി ആംഗിൾ ഓഫ് സ്കാറ്ററിംഗ് ആൻഡ് ഓൺ ദ വേവ് ലെങ്ത് ഓഫ് ഇൻസിഡന്റ് ബീം. വരുന്ന ബീമിന്റെ വേവ് ലെങ്ത്തും സ്കാറ്റർ ചെയ്യുന്ന ആംഗിളിനെയും മാത്രമേ ഈ ഒരു വേവ് ലെങ്ത് ഡിഫറൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ ആ റേഡിയേഷന്റെ റേറ്റിനെയോ ആ റേഡിയേഷന്റെ വേറെ ഒരു കാര്യത്തിനെയും അത് ഇന്റൻസിറ്റിയോ ഒന്നും തന്നെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നമുക്ക് ഫോർമുല നോക്കുമ്പോൾ മനസ്സിലാവും. ഇതാണ് അതിന്റെ ഫോർമുല. ലാംഡ എസ് മൈനസ് ലാംഡ സീറോ. ദിസ് ഈസ് ദ ചേഞ്ച് ഇൻ വേവ് ലെങ്ത്. ഡെൽറ്റ ലാംഡ എന്ന് നമ്മൾ പറയില്ലേ പൊതുവെ. ചേഞ്ച് ഇൻ വേവ് ലെങ്ത് ഡെൽറ്റ ലാംഡ ഈക്വൽ ടു ലാംഡ എസ് മൈനസ് ലാംഡ സീറോ, അതായത് സ്കാറ്റേർഡ് വേവ് ലെങ്ത് മൈനസ് ഇൻസിഡന്റ് വേവ് ലെങ്ത്. സ്കാറ്റേർഡ് വേവ് ലെങ്ത് ആണ് കൂടുതൽ, അതുകൊണ്ടാണ് നമ്മൾ അത് ആദ്യം എഴുതിയത്.
minus incident wavelength is equal to h by m0c into 1 minus cos theta. ഈ h by m0c ആണ് കോംപ്റ്റൺ വേവ് ലെങ്ത് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ലാംഡ എസിനെയും ലാംഡ സീറോയെയും റേഡിയേഷൻ സ്പെക്ട്രം പീക്സ് എന്നാണ് പറയുന്നത്. m0 is the rest mass, theta is the scattering angle. ഈ ഫോർമുല ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്, പ്ലാങ്ക്സ് തിയറി, കോംപ്റ്റൺ ഇഫക്റ്റ്, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? മനസ്സിലായോ സൂര്യ? ക്ലിയർ ആയോ? ഇനി അടുത്തത് ബോർ തിയറി ഓഫ് ആറ്റം ആണ്. അപ്പൊ നമ്മൾ ആറ്റത്തിന്റെ ആദ്യമായിട്ട് മോഡൽ പ്രപ്പോസ് ചെയ്ത സയന്റിസ്റ്റ് ആണ് ജെ തോംസൺ. അദ്ദേഹത്തിന് ശേഷം പോരായ്മകൾ കുറച്ചും കൂടി പരിഹരിച്ചുകൊണ്ടാണ് റൂദർഫോർഡ് വരുന്നത്. റൂദർഫോർഡിന്റെയും പോരായ്മകളെ പരിഹരിച്ചുകൊണ്ടാണ് നമ്മുടെ ബോർ വരുന്നത്. നീൽസ് ബോർ എന്ന സയന്റിസ്റ്റ് അങ്ങനെയാണ് വരുന്നത്. Niels Bohr is a scientist who proposed the Bohr theory of atom or Bohr model of atom in the year 1915. It came into the existence as a modification of Rutherford's model. Rutherford മോഡലിലെ ഒരു മോഡിഫിക്കേഷൻ ആയിട്ടാണ് നീൽസ് ബോറിന്റെ ബോർ മോഡൽ വരുന്നത്. റൂദർഫോർഡ് പറഞ്ഞത് നടുക്ക് ഒരു പോസിറ്റീവ്ലി ചാർജുള്ള ഒരു ന്യൂക്ലിയസ് ഉണ്ട്, അതിനു ചുറ്റും നെഗറ്റീവ്ലി ചാർജുള്ള ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട്. ലൈക്ക് എ സോളാർ സിസ്റ്റം. സൂര്യൻ നടുക്കും പ്ലാനറ്റ്സ് ചുറ്റും പോകുന്ന പോലെയാണ് ന്യൂക്ലിയസ് ചുറ്റും ഇലക്ട്രോൺസ് ആയിട്ട് ഒരു പ്ലാനറ്ററി മോഡലാണ് റൂദർഫോർഡ് സജസ്റ്റ് ചെയ്തത്. പക്ഷെ ബോർ തിയറി മോഡിഫൈ ചെയ്തത് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന ഫിക്സഡ് ഓർബിറ്റൽസിനെയാണ് ഷെൽ എന്ന് പറയുന്നത്. ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്ന പാത്ത് അതൊരു ഫിക്സഡ് പാത്ത് ആണ്, ആൻഡ് ഇറ്റ് ഈസ് കാൾഡ് ഷെൽ. ഇപ്പൊ ബോർ മോഡലിൽ നിന്നാണ് ആ ഒരു വാക്ക് വന്നത്, ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റ് എന്നൊക്കെ പറയുന്നത്. അല്ലാതെ എവിടെയെങ്കിലും അല്ല അത് റിവോൾവ് ചെയ്യുന്നത്, അതിനൊരു ഫിക്സഡ് പാത്ത് ഉണ്ടാവും. ആ കറക്റ്റ് വഴിയിൽ കൂടെ മാത്രമേ അത് സഞ്ചരിക്കുള്ളൂ. ആ വഴിയാണ് ഷെൽ എന്ന് പറയുന്നത്. അതുപോലെ ഓരോ ഷെല്ലിനും ഓരോ ഫിക്സഡ് എനർജി ഉണ്ടാവും. ഓക്കെ, നമുക്ക് നോക്കിയറിയാം. നടുക്ക് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ഫസ്റ്റ് ഷെൽ, സെക്കൻഡ് ഷെൽ, തേർഡ് ഷെൽ, ഫോർത്ത് ഷെൽ. ഈ ഷെൽസിൽ കൂടി മാത്രമേ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുള്ളൂ. ഷെൽസിന്റെ ഇടയ്ക്കൊന്നും ഇലക്ട്രോൺസിനെ കാണാൻ സാധിക്കില്ല എന്നതാണ് ബോർ പറഞ്ഞത്. അത് ഫസ്റ്റ് ഷെല്ലിനെയാണ് കെ ഷെൽ എന്ന് പറയുന്നത്. ഇപ്പൊ കെ ഷെൽ എന്ന് പറഞ്ഞാൽ n is equal to 1. എൽ ഷെൽ എന്ന് പറയുമ്പോൾ n is equal to 2. എം ഷെൽ ആണെങ്കിൽ n is equal to 3. ആൻഡ് ഫൈനലി എൻ ഷെൽ ആണെങ്കിൽ n equal to 4. കെ എൽ എം എൻ 1, 2, 3, 4 അങ്ങനെയാണ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഇപ്പൊ ബോർ മോഡൽ പറയുന്നത് എന്താണ്? ഒരു ന്യൂക്ലിയസ് ഉണ്ട്, അതിനു ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട്, ഒരു ഫിക്സഡ് പാത്തിൽ കൂടിയിട്ടാണ് അത് റിവോൾവ് ചെയ്യുന്നത്, ആൻഡ് ഇറ്റ് ഈസ് കാൾഡ് ഓർബിറ്റ് ഓർ ഷെൽസ്. ഇപ്പൊ ബോർ പറയുന്നത് ന്യൂക്ലിയസിൽ നിന്നും ഒരുപാട് ദൂരെയുള്ള ഇലക്ട്രോൺസ് ആണെന്നുണ്ടെങ്കിൽ അവയ്ക്ക് എനർജി കൂടുതലായിരിക്കും. ന്യൂക്ലിയസിൽ നിന്നും ഒരുപാട് ദൂരം കൂടിയ ഇലക്ട്രോൺസ് ആണെങ്കിൽ അവയ്ക്ക് എനർജി കൂടുതലായിരിക്കും. ന്യൂക്ലിയസിന് തൊട്ടടുത്ത് നിൽക്കുന്ന ഇലക്ട്രോണിന് എനർജി കുറവായിരിക്കും എന്നാണ് ബോർ പറഞ്ഞിട്ടുള്ളത്. എൻ ഷെല്ലിനായിരിക്കോ അതോ കെ ഷെല്ലിനായിരിക്കോ എനർജി കൂടുതൽ? കെ ഷെല്ലിനാണോ? ഏത് ഷെല്ലാണ് ന്യൂക്ലിയസിന് തൊട്ടടുത്ത് നിൽക്കുന്നത്? കെ. ന്യൂക്ലിയസിന് തൊട്ടടുത്ത് നിൽക്കുന്ന ഇലക്ട്രോണിന് എനർജി കുറവ്, ന്യൂക്ലിയസിന് ദൂരെ നിൽക്കുന്ന ഇലക്ട്രോണിനാണ് എനർജി കൂടുതൽ. അപ്പോ എൻ ഷെല്ലിലുള്ള ഇലക്ട്രോണിനാണ് എനർജി കൂടുതൽ ഉണ്ടാവുക. കാരണം അതാണ് ന്യൂക്ലിയസിൽ നിന്നും ദൂരെ സ്ഥിതി ചെയ്യുന്നത്. മാറിപ്പോരുത് കേട്ടോ. എന്നിന്റെ വാല്യൂ എവിടെയാണോ കൂടുതൽ അതിനനുസരിച്ചാണ് എനർജി കൂടുന്നത്. എന്നിന്റെ വാല്യൂ 1നേക്കാളും എനർജി കൂടുതലായിരിക്കും n equal to 2.
അതിനേക്കാളും കൂടുതലായിരിക്കും n ഈക്വൽ ടു 3. അപ്പൊ കെ എൽ എം എൻ നോക്കുന്ന സമയത്ത് n ഷെല്ലുള്ള ഇലക്ട്രോൺസിനായിരിക്കും എനർജി കൂടുതൽ, കെ ഷെല്ലുള്ള ഇലക്ട്രോൺസിനായിരിക്കും എനർജി കുറവ്. ക്ലിയർ ആയോ? അപ്പൊ ബോർ മോഡലിലുള്ള പോസ്റ്റ്ലേറ്റ്സ് എന്തൊക്കെയാണ്? ഒരു ആറ്റത്തിലെ ഇലക്ട്രോൺസ് ഉണ്ട്, ഇലക്ട്രോൺസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്, അത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസിൽ ചുറ്റും റിവോൾവ് ചെയ്യുന്നു. പിന്നെ ഡെഫിനിറ്റ് സർക്കുലർ പാത്ത്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു വാക്ക്. സർക്കുലർ ഓർബിറ്റൽസിലാണ് ഇത് റിവോൾവ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കാൾഡ് ഓർബിറ്റ് ഓഫ് ഷെൽ. ഷെല്ലെന്നും ഓർബിറ്റ് എന്നും പറയാം. ബോർ മോഡൽ പ്രകാരം ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എ സർക്കുലർ പാത്ത്. പിന്നെ ഓരോ ഓർബിറ്റിനും അല്ലെങ്കിൽ ഷെല്ലിനും ഫിക്സഡ് എനർജി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിനെ ഓർബിറ്റൽ ഷെൽസ് അല്ലെങ്കിൽ എനർജി ലെവൽസ് എന്നെല്ലാം അറിയപ്പെടുന്നു. ആ എനർജി ലെവൽസിനെയാണ് നമ്മൾ എന്നിന്റെ വാല്യൂ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് n ഈസ് കാൾഡ് ക്വാണ്ടം നമ്പർ. ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ 1 മുതൽ തുടങ്ങുന്നു. n ഈക്വൽ ടു 1 ആണെങ്കിൽ കെ ഷെൽ, n ഈക്വൽ ടു 2 ആണെങ്കിൽ എൽ ഷെൽ, n ഈക്വൽ ടു 3 ആണെങ്കിൽ എം ഷെൽ, n ഈക്വൽ ടു 4 ആണെങ്കിൽ എൻ ഷെൽ. ഇലക്ട്രോൺ എപ്പോഴാണോ ഏറ്റവും ലോവസ്റ്റ് എനർജി ലെവലിൽ എത്തുന്നത് അപ്പോഴാണ് അത് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ എത്തി എന്ന് പറയുന്നത്. നമ്മൾ ഇനി പറയും ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഇലക്ട്രോൺ അറ്റൈൻസ് ദ ലോവസ്റ്റ് എനർജി സ്റ്റേറ്റ്. ഇനി ഒരു ഷെല്ലിൽ നിന്നും വേറൊരു ഷെല്ലിലേക്ക് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ എനർജി ഡിഫറൻസ് ഉണ്ടാവും. n ഈക്വൽ ടു 1 n ഈക്വൽ ടു 2ലേക്ക് പോകുന്ന സമയത്ത് അതിന് കൂടുതൽ എനർജി ആവശ്യമാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? ആ ഇലക്ട്രോൺ എനർജി അബ്സോർബ് ചെയ്യും. n ഈക്വൽ ടു 3 n ഈക്വൽ ടു 2ലേക്ക് വരുമ്പോഴോ അവിടെ എനർജി കൂടുതലാണുള്ളത്, അപ്പൊ അത് കുറയ്ക്കണം. അപ്പോൾ അവിടെ എനർജി എന്ത് ചെയ്യുന്നു? റിലീസ് ചെയ്യുന്നു. അപ്പൊ കുറവ് എനർജിയിൽ നിന്ന് കൂടുതൽ എനർജിയുള്ള ഷെല്ലിലേക്ക് പോകുമ്പോൾ ഇലക്ട്രോൺസ് എനർജി അബ്സോർബ് ചെയ്യുകയും കൂടുതൽ എനർജിയിൽ നിന്നും കുറവ് എനർജിയിലേക്ക് വരുന്ന സമയത്ത് ഇലക്ട്രോൺസ് എനർജി റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ഷെല്ലിൽ നിന്ന് ഓരോ ഷെല്ലിലേക്ക് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോഴാണ് അവിടെ എനർജി ഡിഫറൻസ് ഉണ്ടാകുന്നത്. മനസ്സിലായോ? ഓർബിറ്റിന്റെ റേഡിയസ്, ഇലക്ട്രോണിന്റെ എനർജി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ബോർ മോഡൽ വഴി പഠിക്കുന്നുണ്ട്. ഇക്വേഷൻ ഓർത്തു വെക്കുക. റേഡിയസ് ഇസ് ഈക്വൽ ടു ആർ ഓഫ് എൻ. അപ്പൊ ആർ ഡിപ്പെൻഡ്സ് ഓൺ എൻ സ്ക്വയർ. അത് ക്വാണ്ടം നമ്പർ എന്നിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇൻറ്റു ആർ ഓഫ് 1. ആർ ഓഫ് 1 എന്ന് പറയുമ്പോൾ എന്നിന്റെ വാല്യൂ 1 എന്നുള്ളത്. അപ്പൊ റേഡിയസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഒന്ന് ഓർത്തു വെക്കുക, 0.53 നാനോമീറ്റർ ആണ്. അപ്പൊ അറ്റോമിക് റേഡിയസ് അല്ലെങ്കിൽ റേഡിയസ് ഓഫ് ദ ഓർബിറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സ്ക്വയർ ഓഫ് എൻ. എന്നിന്റെ സ്ക്വയറിനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എൻ സ്ക്വയർ ആർ എന്നാണ് അതിന്റെ ഫോർമുല. ഇനി എനർജി എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? വിച്ച് ഈസ് ഈക്വൽ ടു -1/n സ്ക്വയർ ഇൻറ്റു 13.6 ഇലക്ട്രോൺ വോൾട്ട്. എനർജി ഡിപ്പെൻഡ്സ് ഓൺ റെസിപ്രോക്കൽ ഓഫ് സ്ക്വയർ ഓഫ് എൻ. എൻ സ്ക്വയറിന്റെ റെസിപ്രോക്കലിനെയാണ് എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നത്. റേഡിയസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എൻ സ്ക്വയറിനെയാണ്. ഇനി ഒരു എനർജി ലെവലിൽ നിന്ന് വേറൊരു എനർജി ലെവലിലേക്ക് പോകുന്ന സമയത്ത് അവിടെ എനർജി ഡിഫറൻസ് ഉണ്ടാകുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു 1/n സ്ക്വയർ. ലോവർ എനർജിയിൽ നിന്നും ഹയർ എനർജിയിലേക്കുള്ള അയൻ വ്യത്യാസത്തിന്റെ സ്ക്വയർ, അതിന് റെസിപ്രോക്കൽ. അത് ചെയ്യുന്ന സമയത്ത് എനർജി ഡിഫറൻസ് കിട്ടുന്നു. സിംപിളി പറയാം, E ഈസ് ഈക്വൽ ടു E0/n സ്ക്വയർ എന്ന്. അപ്പൊ ഓരോ ഫോർമുലയിലും റേഡിയസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, എനർജി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അതിന്റെ ഫോർമുല, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. പ്ലാങ്ക്സ് എഫക്റ്റ് പഠിച്ചു, പ്ലാങ്ക്സ് തിയറി പഠിച്ചു, E ഈസ് ഈക്വൽ ടു hν, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, കോംപ്ടൺ ഇഫക്റ്റ്, ബോർ മോഡൽ ആൻഡ് ഫൈനലി ഈക്വേഷൻസ്. ഈ അടുത്ത ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഹലോ പറയൂ. പറയൂ. പറഞ്ഞായിരുന്നു മാഡം? R is equal to n square into R of 1. R of 1 എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ഫസ്റ്റ് ഓർബിറ്റ്.
ആ 0.53 നാനോമീറ്റർ ആണ് അതിന്റെ റേഡിയസ് വരുന്നത്. 0.53 ഞാൻ എഴുതാം 0.53 നാനോമീറ്റർ. ആറിന്റെ വാല്യൂ അല്ലേ? R(1)ന്റെ വാല്യൂ. ഓക്കെ. ഇത് എല്ലാ അത് കാൽക്കുലേഷൻ റേഡിയസ് കാൽക്കുലേഷൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് റേഡിയസ് ഓഫ് ഫസ്റ്റ് ഓർബിറ്റ്, അതായത് ഹൈഡ്രജന്റെ റേഡിയസ് ആണ് നമ്മൾ അതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഹൈഡ്രജൻ ആണല്ലോ ഫസ്റ്റ് എലമെന്റ്. അല്ല ആറ് ഇപ്പൊ സെയിം ആയിരിക്കും എല്ലാത്തിലും? എല്ലാത്തിലും സെയിം ആയിരിക്കും. R(1) സെയിം ആയിരിക്കും. n²അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല. കാൽക്കുലേഷൻ കാൽക്കുലേഷൻ എക്സാമിന് ചെറിയ രീതിയിലുള്ള പ്രോബ്ലംസ് ചോദിക്കാം. ഇപ്പോൾ എനർജി തേർഡ് ലെവലിൽ നിന്നും സെക്കൻഡ് ലെവലിലേക്കും ഇലക്ട്രോൺസ് മൂവ് ചെയ്യണം. അപ്പോൾ ഉണ്ടാവുന്ന എനർജി ഡിഫറൻസ് എത്രയാണ് എന്ന് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് പറയൂ. ഇതില്ലേ എക്സാമ്പിൾസ്? എന്തിന്റെ എക്സാമ്പിൾസ്? അപ്പൊ നമുക്ക് തന്നെ ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റ് ദ എനർജി ഡിഫറൻസ് ഫോർ ആൻ ഇലക്ട്രോൺ മൂവിംഗ് ഫ്രം n=3 to n=2. 3യിൽ നിന്നും 2ലേക്ക് ഇലക്ട്രോൺസ് വരുന്ന സമയത്തുള്ള എനർജി ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഡയറക്റ്റ് ചോദ്യം ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം എം ഷെല്ലിൽ നിന്നും എൽ ഷെല്ലിലേക്ക് വരികയാണ്, എമ്മിൽ നിന്നും എൽ ഷെല്ലിലേക്ക് വരികയാണ്, അപ്പോൾ ഉണ്ടാവുന്ന എനർജി ഡിഫറൻസ് എത്രയെന്ന് ചോദിക്കാം. അപ്പൊ എമ്മിന്ന് എല്ലിലേക്ക് വരിക എന്ന് പറയുമ്പോൾ നമ്മൾ എന്നിന്റെ വാല്യൂ ഓർക്കണം. എൻ ഷെൽ എം ആണെങ്കിൽ n=3ഉം എൽ ആണെങ്കിൽ n=2 ആണ് വരുന്നത്. അപ്പൊ എനർജിയുടെ ഫോർമുല എന്ന് പറയുന്നത് -1/n². ലോവർ എനർജി 2 ആണ്, അപ്പോ 2² -1 2² -1/3² into 13.6 eV. അതായത് 1/4 -1/9 into 13.6 eV. ഇത് +1 ടെക്സ്റ്റിലുള്ള നോക്കിയാൽ മതിയായിരിക്കും എക്സാമ്പിള്. നോക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെയും ചെയ്യാം. ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 9 - 4 5/36 into 13.6 eV എന്ന് വരും. ഇപ്പൊ പല വിധേനയും നമുക്ക് ഇന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പ്രോബ്ലംസ് ആയിട്ടും ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും. കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ നമുക്ക് എങ്ങനെ ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഇതുണ്ടോ, പ്രോബ്ലം ഉണ്ടോ? ഇപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. ഇനി ഈ ആഴ്ചയിൽ റിവിഷൻ ടെസ്റ്റ് ചെയ്യുമല്ലോ, അപ്പോൾ പ്രോബ്ലംസും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, നന്നായി പഠിക്കുക ഈ ടോപ്പിക്സ്. ടോപ്പിക് 2 കംപ്ലീറ്റ് ആയി. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി, അത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ ഇതിന്റെ POQs MCQs ഇട്ടിട്ടുണ്ട്. പഠിച്ചതിന് ശേഷം മാത്രം അത് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.